നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷനും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ഭിന്നശേഷിക്കാർക്ക് UHID കാർഡിനായി അദാലത്ത് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം ALP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനവും 67ാമത് വാർഷികവും ഈ മാസം 3, 4 തീയതികളിൽ നടക്കും. വിദ്യാർത്ഥികളുടെയും PTA അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. 72 ലിറ്റർ വിദേശ മദ്യവുമായി ഒരു സ്ത്രീ അടക്കം 2 പേരെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. അറസ്റ്റ് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. വാർത്തകൾ വിശദമായി. സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷനും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ഭിന്നശേഷിക്കാർക്ക് UHID കാർഡിനായി അദാലത്ത് സംഘടിപ്പിച്ചു. കാർഡിന് അപേക്ഷിച്ചിട്ടും ലഭിക്കാത്തവർക്കായാണ് അദാലത്ത് നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ സുരക്ഷാ മിഷൻ ഓഫീസർ സജീവൻ, CDPO പരീത, സെക്രട്ടറി CK സംഗീത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. പരിപാടികൾക്കാണ് ധാരാളം കാലം മുമ്പേ തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസൃതമായി ത്രിതല പഞ്ചായത്തുകളും അതിനൊപ്പം നിൽക്കേണ്ട ബാധ്യതയുണ്ട്. ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെ ഭിന്നശേഷി സൗഹൃദ ബ്ലോക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സർവേയും കാര്യങ്ങളൊക്കെ നടത്തി അത് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പിറകിലുണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ഭരണസമിതി മാത്രമല്ല തൊഴിൽ ഭരണസമിതികളൊക്കെ ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന ഭിന്നശേഷി ബ്ലോക്കാക്കി മാറ്റാവുന്ന രീതിയിലുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ട് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ നയപരിപാടികളായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് നീങ്ങുന്നത്. അതിന് അനുസൃതമായ ചില കാര്യങ്ങൾ നമുക്കറിയാം. നമ്മളെ ഈ അദാലത്ത് നിർണ്ണയിക്കുക നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളിവിടെ തന്നെ അവർക്ക് UHID കാർഡ് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള പരിശോധന നടത്തുന്നതാണ് നമ്മുടെ ഒരു ആഗ്രഹം. തടസ്സങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ആ തടസ്സങ്ങളൊക്കെ നീക്കം കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ഭംഗിയായ രീതിയിൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്ക് അത് ഏറ്റവും വേഗത്തിൽ നിർണ്ണയിച്ച് കൊടുക്കാനായിട്ട് കഴിയണം. നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങളുടെ വീട്ടുകാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള സഹായങ്ങൾ നൽകാനായിട്ട് ഈ ക്യാമ്പ് കൊണ്ട് അതെടുത്തുകൊണ്ട് കഴിയുമെന്ന പ്രതീക്ഷകൊണ്ട് എല്ലാവിധ ആശംസകളും. പള്ളിപ്പുറം ALP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനവും 67ാമത് വാർഷികവും ഈ മാസം 3, 4 തീയതികളിൽ നടക്കും. ഇതിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെയും PTA അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 10:30 കെട്ടിടം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിക്കും. 72 ലിറ്റർ വിദേശ മദ്യവുമായി ഒരു സ്ത്രീ അടക്കം 2 പേരെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാഹിയിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്ന വിദേശ മദ്യം പിടികൂടിയത്. കൊടകര പാലത്തിന് സമീപത്തു നിന്നും വ്യാഴാഴ്ച രാവിലെയാണ് എക്സൈസ് ഇവരെ പിടികൂടിയത്. കോഴിക്കോട് സ്വദേശികളായ മലാപ്പറമ്പ് പാറപ്പുറത്ത് വീട്ടിൽ 40 വയസ്സുള്ള ഡാനിയേൽ, കുറ്റിച്ചിറ സ്വദേശിനി വലിയകത്ത് വീട്ടിൽ 45 വയസ്സുള്ള സാഹിന എന്നിവരെയാണ് പിടികൂടിയത്. പരിശോധനകൾ ഒഴിവാക്കുവാനായി ദമ്പതികൾ എന്ന് തോന്നിക്കുന്ന രീതിയിൽ വീട്ടിൽ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് സ്ത്രീ വാഹനത്തിലുണ്ടായിരുന്നത്. 72 ലിറ്റർ മാഹി മദ്യവുമായി ഒരു വാഹനം പിടികൂടി കേസെടുത്തിട്ടുണ്ട്. അതിൽ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊടകര വെച്ചാണ് പിടികൂടിയത്. അപ്പോൾ മാഹിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന മദ്യമാണ് പിടികൂടിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് വിൽപ്പന നടത്താനോ കൊണ്ടുവരാനോ പാടില്ലാത്ത മദ്യമാണ് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ പ്രതികളെ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതാണ്. ഡാനിയൽ എന്നാണ് 1-ാം പ്രതിയുടെ പേര്, സാഹിന എന്നാണ് 2-ാം പ്രതിയുടെ പേര്. 2 പേരും കോഴിക്കോട് സ്വദേശികളാണ്. അവർ ക്രിമിനൽ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ രാവിലെ കേസെടുത്തേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പോലീസിലോ മറ്റു ഏജൻസി നമ്മുടെ എക്സൈസിൻ്റെ തന്നെ മറ്റു ഓഫീസുകളിലോ കേസുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. അത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ജില്ലയിൽ നമ്മുടെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഇരിങ്ങാലക്കുട എക്സൈസ് പാർട്ടി എന്നിവർ സംയുക്തമായി രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കേസ് കണ്ടെടുത്തിട്ടുള്ളത്. പരിശോധന ഊർജിതമായി തുടരും. രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധനകൾ ഊർജിതമായി തുടരും. അപ്പോൾ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ അടുത്ത് വരികയാണ്.
അപ്പോൾ അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 9 കേസുകളിലായാണ് 72 ലിറ്ററോളം 3 ബ്രാൻഡുകളിലായുള്ള മദ്യം ഉണ്ടായിരുന്നത്. മദ്യം കടത്താൻ ഉപയോഗിച്ചിരുന്ന ടൊയോട്ട എത്തിയോസ് എന്ന കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട എക്സൈസ് ഓഫീസിലെത്തിച്ച പ്രതികളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് ആത്മഹത്യാ ഭീഷണിയും സ്ത്രീ മുഴക്കിയിരുന്നു. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും എവിടേക്കാണ് മദ്യം എത്തിച്ചിരുന്നതെന്നും ഉൾപ്പെടെയുള്ളവ ചോദ്യം ചെയ്തു വരികയാണെന്ന് തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാർ PK പറഞ്ഞു. സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന മേഖലയിൽ 42 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് ലോണിന്റെ 2ാമത് ബ്രാഞ്ച് തൃശൂർ ഈസ്റ്റേൺ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു. ആദം ബസാറിന് സമീപം ചെമ്പുക്കാവ് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ച ഐശ്വര്യ ഗോൾഡ് ലോണിന്റെ ഉദ്ഘാടനം പ്രൊപ്രൈറ്റർ AR അശ്വിൻ നിർവഹിച്ചു. അക്ഷയ് ശ്രീനിധി കമ്പനി ചെയർമാൻ KA ബാലു, മാനേജിംഗ് ഡയറക്ടർ വേണുഗോപാൽ വെങ്ങാശ്ശേരി, ഡയറക്ടർമാരായ EP സദാനന്ദൻ, CV സുരേഷ്, M കബീർ, AV ഷാജി, കണ്ണൻ പണിക്കർ തിരൂർ, ഫിറ്റ്നസ് ഗുരു ബഷീർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, കസ്റ്റമേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. ബിസിനസ് ഗോൾഡ് ലോണിന് ഗ്രാമിന് 5500 രൂപ വരെയും ഗോൾഡ് ലോൺ സ്പെഷ്യൽ സ്കീം പ്രകാരം ഗ്രാമിന് 5200 രൂപ വരെയും വ്യക്തികൾക്ക് ഗ്രാമിന് 5000 രൂപ വരെയും മിതമായ ഇൻട്രസ്റ്റ് നിരക്കിൽ ഗോൾഡ് ലോൺ ഇവിടെ ലഭ്യമാണ്. ഭയങ്കര ഒരു മനസ്സിൽ ദൃഢനിശ്ചയം, അതുപോലെ തന്നെ അതിനുള്ള ഒരു ഇനീഷ്യേറ്റീവും അതിനുള്ള ഒരു കഴിവുള്ള വ്യക്തിയാണ്. അപ്പം ഞങ്ങളോടൊക്കെ പറയുണ്ടായി, ഇവിടെ തൃശ്ശൂരിൻ്റെ ഒരു ആധിപത്യം എന്നുള്ള രീതിയിൽ തന്നെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നുണ്ട്, നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഈ മേഖലയിൽ നല്ല സേവനം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനൊരു ഓഫീസ് തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പം അതൊന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഐശ്വര്യ ഗോൾഡ് ലോൺ എന്ന പേരിൽ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നു. വൈറ്റ് ഗോൾഡ്, വജ്രം, പ്ലാറ്റിനം എന്നിവയുടെ ഈടിന്മേലും വായ്പകൾ ലഭ്യമാണ്. കൂടാതെ ബാങ്കുകളിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ പണയം വെച്ചിട്ടുള്ള സ്വർണം കുറഞ്ഞ ഇൻട്രസ്റ്റിൽ കൂടുതൽ മൂല്യത്തോടെ മാറ്റിവെക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ രാജു തുടങ്ങിയ ഈ സംരംഭം വളരെ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രാജുവിനും മക്കൾക്കും അശ്വിനൊക്കെ നമ്മളെ വീട്ടിൽ വളരെ പരിചയമുള്ള ആളാണ്. രാജുവിനെ പോലെ തന്നെ അടുപ്പുണ്ട്. അടുപ്പത്തിന് ചില അതിൻ്റെ ഗ്രാവിറ്റി വ്യത്യാസം എന്ന് മാത്രം. രാജീവ് നമ്മുടെ വളരെ 10-30 കൊല്ലത്തെ പഴക്കമുള്ളൊരു ഫ്രണ്ടാണ്. എൻ്റെ ഉയർച്ചയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. രാജീവിൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും എല്ലാ നന്മകളും. കൂടുതൽ വിവരങ്ങൾക്ക് 9037 79 7289 98 46 37 72 89. ടെറസിൽ നിന്ന് വീണ് കാലുകൾക്ക് ഗുരുതര പരിക്കേറ്റ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കുടുംബത്തിന്റെ ഏക അത്താണിയായ യുവാവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നാട് കൈകോർക്കുമെന്ന പ്രതീക്ഷയിൽ കുടുംബം. ചേർപ്പ് വലിയ ചനത്ത പാളയംകോട് വീട്ടിൽ ഫിറോസിന്റെയും നൂർജഹാന്റെയും ഏകമകൻ 22 വയസ്സുള്ള ഷിനോസാണ് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ഇരുകാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട് ചികിത്സയിലുള്ളത്. ഉപ്പ ഫിറോസിന് ഹാർട്ടിന് അസുഖം ബാധിച്ചതുമൂലം പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് കുടുംബം പുലർത്താൻ ജോലിക്ക് പോകുന്നതിനിടയിലാണ് താമസിക്കുന്ന വീടിനു മുകളിലെ ടെറസിൽ നിന്ന് കാൽവഴുതി വീണ് ഷിനോസ് കിടപ്പിലായത്. ഇരുകാലുകളും ഒടിഞ്ഞു തൂങ്ങിയതോടെ കഴിഞ്ഞ 10 മാസമായി ഈ കുടുംബം ഇരുട്ടിൽ കഴിയുകയാണ്. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത ഇവർ കഴിഞ്ഞ 23 വർഷമായി വാടക വീട്ടിലാണ് കഴിയുന്നത്. കാലുവഴി താഴേക്ക് വീണു. 2 കാലും ഗുരുതരമായ പരിക്കുകളായി. അങ്ങനെ 2 കാലും ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും 10 മാസമായിട്ട് ഒന്നും നടക്കാറായിട്ടില്ല. പിന്നെ സ്പൈനൽ കോഡിന് പരിക്കുണ്ട്. അപ്പോൾ വീണ്ടും ഡോക്ടർമാർ ഓപ്പറേഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അടിയന്തരമായിട്ട്. എന്നാലും മാത്രമേ ഞങ്ങൾ നടക്കാൻ പറ്റുള്ളൂ.
ഇപ്പോൾ വളരെ പ്രയാസത്തിലാണ്. ഞാനാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, 10-20 വർഷമായി. ഹോട്ടൽ പണിയാണ് ജോലി. മോൻ ജോലിക്ക് പോയിട്ടാണ്, ബാക്കിൽ പണിക്ക് പോയിട്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞിരുന്നത്. ഞങ്ങളുടെ മോനെ തൊഴിൽ ചികിത്സയ്ക്കായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. അവന് വീണ്ടും അവൻ്റെ 10 വിരലും കാലിൽ താനങ്ങളില്ല, ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ കാലിലെ കമ്പിയിൽ വലത്തിലാണ് നിൽക്കണത്. നടക്കണമെങ്കിൽ പിന്നെ എല്ല് ജോയിൻ്റ് ആവണം, അപ്പോൾ അതിൽ മജ്ജൊക്കെ വെക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ മാത്രമേ എല്ല് ജോയിൻ്റ് ആവുള്ളൂ. ഇനി പഴയ രീതിയിൽ ഒരിക്കലും നടക്കാൻ പറ്റില്ലെങ്കിലും അവന് പരസഹായം ഇല്ലാതെ നടക്കണമെങ്കിൽ ഇനിയിപ്പോൾ വീണ്ടും ഓപ്പറേഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സമ്മൻസ് ഞങ്ങൾ തേടാണ്. നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. ഞങ്ങളുടെ ഒരു മോനാണ്. അവൻ നടക്കാനായിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കും. ഷിനോസിന്റെ ഉപ്പ ഫിറോസിന്റെ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്നതിനിടയിലാണ് വിധി വീണ്ടും ഈ കുടുംബത്തെ ഇരുട്ടിലാക്കിയത്. നിലവിൽ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഷിനോസിന്റെ കാലുകളുടെ ചലനശേഷി തിരികെ ലഭിക്കാൻ ഇനിയും സർജറിയും തുടർ ചികിത്സയും നടത്തേണ്ടതുണ്ട്. രോഗം വലയ്ക്കുമ്പോഴും ഹോട്ടലിൽ ജോലിക്ക് പോയാണ് ഇപ്പോൾ ഫിറോസ് മകന്റെ ചികിത്സയും കുടുംബ ചെലവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഷിനോസിന്റെ ചികിത്സയ്ക്കായുള്ള ചെലവ് താങ്ങാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് ഇവർ. ഷിനോസിനെയും കുടുംബത്തെയും ചേർത്തു നിർത്താൻ കനിവുള്ളവരെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ഇവരെ സഹായിക്കുന്നതിനായി താൽപ്പര്യമുള്ളവർക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കൂർക്കഞ്ചേരി ബ്രാഞ്ചിൽ ഷിനോസിന്റെ പിതാവ് PA ഫിറോസിന്റെ പേരിലുള്ള 55565000121146 എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. IFSC കോഡ് SIBL 0000488. ഗൂഗിൾ പേ നമ്പർ 9995029195. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. പെരിഞ്ഞനം RMVHS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 23 പേരാണ് കുറ്റിലക്കടവ് ആശുപത്രിയിൽ എത്തിയത്. സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ ഭക്ഷണം കഴിച്ചവർക്കാണ് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത്. ചടങ്ങിനായി പുറത്തെ ഒരു സ്ഥാപനത്തിൽ നിന്നും കൊണ്ടുവന്ന ബിരിയാണിയാണ് വിതരണം ചെയ്തത്. ഇതോടൊപ്പം ഐസ്ക്രീമും പഫ്സും വിതരണം നടന്നിരുന്നു. ഇന്ന് പുലർച്ചെ മുതലാണ് കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ആരോഗ്യ വിഭാഗം ഭക്ഷണം പാകം ചെയ്ത സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. നമ്മുടെ ഇവിടെ 23 കുട്ടികളാണ് രാവിലെ ട്രീറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായത്, വയറിളക്കവും ഛർദിലുമായിട്ട്. അതിലിപ്പോൾ 5 പേര് ഒബ്സർവേഷനിലുണ്ട്. ബാക്കിയുള്ളവർ ട്രീറ്റ്മെന്റ് എടുത്ത് പോയി. പിന്നെ ഈ പെരിഞ്ഞനം പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ കൊടുങ്ങല്ലൂരും ബാക്കി പ്രൈവറ്റ് ആശുപത്രിയിലും പോയിട്ടുണ്ടെന്നാണ് അറിവിട്ടിയത്. ഉച്ചയ്ക്ക് ശേഷം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ വരും. സ്കൂളിൻ്റെ വാട്ടർ സാമ്പിളും കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ കാറ്ററിംഗ് സർവീസ് ബിരിയാണി ഏൽപ്പിച്ചു എന്ന് പറയുന്നവരുടെ വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ടെസ്റ്റിന് അയക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിലേക്ക്. സംഭവം അറിഞ്ഞ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, മറ്റു ജനപ്രതിനിധികളും ആശുപത്രിയിൽ എത്തിയിരുന്നു. KNM സംസ്ഥാന ക്യാമ്പയിന് മുന്നോടിയായി തൃശൂർ ജില്ലാ പ്രചരണോദ്ഘാടനം ശനിയാഴ്ച വാടാനപ്പള്ളി അറക്കൽ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹസീബ് മദനി ഉദ്ഘാടനം ചെയ്യും. ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്ന തലക്കെട്ടിലാണ് സംസ്ഥാന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിനിന്റെ ജില്ലാതല പ്രചരണ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് അധ്യക്ഷത വഹിക്കും. സമൂഹം മാത്രമല്ല, എല്ലാ സമൂഹവും അവരുടെ പൂർവിക സൂര്യകൾ പഠിപ്പിച്ച് സംസ്കരണ വിധേയമാക്കി കൊണ്ടുവന്ന ആ ആദർശത്തിൽ നിന്നും ഇങ്ങോട്ട് പല കാരണങ്ങളാൽ പോയ സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസവും ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട്, അഥവാ വിദ്യാഭ്യാസം, അതേപോലെ തന്നെ പള്ളികളിൽ അവർക്ക് വന്ന് ആരാധനകൾ നടത്തുക, സർക്കാർ ഉദ്യോഗസ്ഥ രംഗത്ത് അവർ കടന്നു വരിക എന്നുള്ളതൊക്കെ നിഷിദ്ധമായി പൗരോഹിത്യം ജനങ്ങളെ പഠിപ്പിച്ചിരുന്നതിന് എതിരായി മഹാനായ സീതി സാഹിബിന്റെ പിതാവ് കുഞ്ഞിക്കൊച്ചി ഹാജിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കുടുംബവും മണപ്പാട്ട് കുഞ്ഞി മുഹമ്മദ് ഹാജി പോലുള്ള കൊടുങ്ങല്ലൂരിലെ പ്രമുഖരാൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് മുസ്ലിം ഐക്യസംഘം. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി EK ഇബ്രാഹിംകുട്ടി മൗലവി, ISM ജില്ലാ പ്രസിഡന്റ് സാലിഷ് വാടാനപ്പള്ളി, ISM കയ്പമംഗലം പ്രസിഡന്റ് AY ഹർഷാദ് എന്നിവർ പങ്കെടുത്തു.
അയ്യൂർ ചീനിക്കൽ അമ്പലത്തിനു മുമ്പിൽ അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച് വീട്ടമ്മ മരിച്ചു. പഴഞ്ഞി സ്വദേശിനി ആശാരി വീട്ടിൽ രാജേന്ദ്രന്റെ ഭാര്യ 50 വയസ്സുള്ള ജയശ്രീയാണ് മരിച്ചത്. ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. വടക്കേക്കാട് സ്വദേശികളായ വെട്ടിശ്ശേരി വീട്ടിൽ 20 വയസ്സുള്ള ഹരി, സുഹൃത്ത് അമൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9:30യോടെയാണ് അപകടം ഉണ്ടായത്. പഴഞ്ഞി ഭാഗത്തു നിന്നും കല്ലുംപുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് അമിത വേഗതയിലെത്തി റോഡ് മുറിഞ്ഞു കടക്കുകയായിരുന്ന വീട്ടമ്മയെ ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച വീട്ടമ്മയുടെ തല സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് സംഭവസ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചു. കരിക്കാട് നന്മ ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5815 രൂപ, പവന് 46,520 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷനും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ഭിന്നശേഷിക്കാർക്ക് UHID കാർഡിനായി അദാലത്ത് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം ALP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനവും 67ാമത് വാർഷികവും ഈ മാസം 3, 4 തീയതികളിൽ നടക്കും. വിദ്യാർത്ഥികളുടെയും PTA അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. 72 ലിറ്റർ വിദേശ മദ്യവുമായി ഒരു സ്ത്രീ അടക്കം 2 പേരെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. അറസ്റ്റ് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.